70s లో సామజవరగమన 90s లో సామజవరగమన సామజవరగమన మరి ఇప్పుడు సామజవరగమన నిన్ను చూసి ఆగగలనా మనసుని നീ ആരോട് ചോദിച്ചിട്ട് പൈസ എടുക്കണേ? പൈസ എടുത്താന്നോ? അഥവാ പൈസ എടുക്കണമെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിക്കണം. ഞാൻ അയച്ച വിറ്റ പെണ്ണാന്നോ? തമാശ കളിച്ച ഞാൻ. എനിക്കറിയാം, എനിക്കൊരു ജോലി ഉണ്ടാകുന്ന ഇങ്ങനെയൊക്കെ പറയൂ. നിങ്ങളുടെ മുഷിന്റെ ഷർട്ട് കഴുകാൻ എടുത്തതാ ഞാന്. തമാശ എന്നോടുള്ള സ്നേഹം കൊണ്ടിട്ട് ഈ ഷർട്ട് ഞാൻ അതുപോലെ. എനിക്ക് അറിയത്തില്ലേ മോളെ, എന്നോടുള്ള സ്നേഹം കൊണ്ടാ നീ ഷർട്ട് വരെ എടുക്കുന്നതെന്ന് കഴുകാന്. എന്തുവാ മിണ്ടാത്തേ? എന്തൊരു നാറ്റുമായത്, എന്തൊരു ക്രാണമായത്. ദൈവമേ, ഇങ്ങനെ 2.5 മണിക്കൂർ കുളിക്കുമെന്ന് പറഞ്ഞ് എന്ത് കൊടുക്കുവാ? അമ്മയെ 2000 രൂപ എടുത്തത് കാര്യമായി. 500 രൂപയ്ക്ക് പോയി കംഫർട്ട് വാങ്ങിച്ചത് അങ്ങ് മുക്കണം. ഈശ്വരോ, അൺസഹിക്കപ്പെട്ട. ഹായ് ഗായ്സ്, വെൽക്കം ടു കിഡ്കൻ വ്ലോഗ്സ്. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ പ്രദേശത്തുള്ള ഒരു പച്ചക്കറി തോട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ എന്തൊക്കെ തരത്തിലുള്ള പച്ചക്കറികളാണ്, എന്തൊക്കെ വളങ്ങളാണ് പച്ചക്കറിക്ക് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാം. Come on. മൊത്തം വാഴ കൃഷിയാണ്, ഒരു ഒറ്റ പച്ചക്കറിയില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം കണ്ടെങ്കിൽ ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത മണ്ണാണ്. നല്ല മാമ്പഴത്തിന്റെ മണമുള്ള ഗന്ധമുള്ള മണ്ണ്. ഇതിനകത്ത് പച്ചക്കറി ഉണ്ടാവുന്ന നമുക്ക് കഴിക്കുന്നു. അമ്മാതിരി മണ്ണാണ്. സൂപ്പറാണിത്. അടിപൊളി. ഞാനൊരു പുതിയ ബ്ലോഗ് തുടങ്ങി. അപ്പൊ ഈ മണ്ണെന്ന് പറഞ്ഞാൽ നല്ല കറുത്ത മണ്ണാണല്ലോ. അതുപോലെ തന്നെ ഇത് നല്ല മാമ്പഴത്തിന്റെ മണമാണ് ഈ മണ്ണിന്. അപ്പൊ ഇതിനകത്ത് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തു? മാമ്പഴത്തിന്റെ മണമാണ് നിനക്ക്. സൂപ്പർ. 2.5 വർഷമായിട്ട് എന്റെ കൊച്ചിന്റെ അപ്പി ഇവിടെ കൊണ്ടിടുന്നത്. നീ അത് വാരി കൈ വെച്ചിട്ട് മാമ്പഴത്തിന്റെ മണമാണെന്ന് പറഞ്ഞ് എനിക്കൊന്നും അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. എവിടുത്തെ ബ്ലോഗാണ് ഇത്? ഇനി മേലെ ഞാൻ കഴിക്കത്തില്ല. എന്റെ അമ്മ, ഒരു വ്ലോഗ്. സുധീഷേ, എടാ അളിയാ, നിങ്ങളുടെ അപ്പൂപ്പനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടായിരുന്നടാ. ഒന്നും മിണ്ടായിരിക്കടി, ഒരു വോയിസ് മെസ്സേജ് അയച്ചോട്ടടി. എന്താണെന്നറിയോ, അങ്ങനെ സ്വഭാവത്തിൽ ശരിയല്ല. ഞാൻ നാട്ടിൽ മൊത്തം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്വഭാവത്തെ പറ്റി. ഒന്നും മിണ്ടായിരിക്കടി. സുധീഷേ, എടാ നിങ്ങളുടെ അപ്പൂപ്പനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടളിയാടാ. പുള്ളി പഴയന്റെ കൂട്ടല്ലേ? പഴയത് കൊണ്ട് അതുക്കും മേലെ അങ്ങനത്തെ സ്വഭാവം. അങ്ങനെ മിക്കവാറും നാട്ടുകാർ ചെറുക്കല്ലടിച്ച് ഞാൻ തിരിക്കും. തിരിച്ച് ചെവിക്കല് തിരിയുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നും എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളിടത്തോളം കാലം ഞാൻ സംസാരിക്കും. ഈ സ്ത്രീകൾക്ക് വിലയുള്ള വീടായത്. ഞാൻ അബലയല്ല ചബലയല്ല, അതെനിക്ക് തെളിയിക്കണം. ഒന്നും മിണ്ടായിരിക്കടി. ഇത് സുധീഷേ, ഞാൻ നിങ്ങളുടെ അപ്പൂപ്പനെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടടാ. എന്തോ കള്ളത്തരം ഉണ്ട് കേട്ടോ. കാരണം അങ്ങനത്തെ സൈക്കിളുണ്ട്. സൈക്കിളിൽ അങ്ങനെ പൊട്ടിച്ചോ? മൊബൈൽ പൊട്ടിക്കണോ ഞാൻ? അല്ലാതെ എനിക്ക് എന്തുവാ ഇത്? സുധീഷേ, നിങ്ങളുടെ അപ്പൂപ്പനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടടാ. എന്നിട്ട് നിന്റെ അപ്പൂപ്പൻ തീർന്നടാ. തീർന്നു, ചത്തു. ജീവിച്ചു. നമ്മളെ പൂച്ചയുടെ മണിയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സന്യസിക്കാൻ തീരുമാനിച്ചു. എന്തോത്തിന്? നമുക്ക് ഈ വീട്ടുജോലിയെല്ലാം ചെയ്ത് മടുത്തു. നാം ഹരിദ്വാറിലേക്ക് പോവുകയാണ്. ഹരിദ്വാറിലേക്ക് വിളിച്ചു. ആര് വിളിച്ചു? ഓ, നമ്മുടെ വടക്കരെ മണിയമ്മാവനായിരിക്കും. അവിടെ ചായക്കട നടന്നു. അങ്ങനെ എന്നെ വിളിക്കുന്നത്, മണിമാമ വിളിക്കുന്നത് എന്തുവാ? അപ്പൊ ഞാൻ നിനക്ക് മേടിച്ചു സാരി ഞാൻ ആർക്ക് കൊടുക്കൂടി? സാരി വാങ്ങിച്ചോ? ഞാനൊരു ചുവന്ന സാരി മേടിച്ചു വെച്ചിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ട്. സർപ്രൈസാ? ലോക്ക്ഡൌൺ ആയിട്ട് വട്ടിയൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞു പണിയെടുക്കും. നിങ്ങളുടെ ഈ കുണം കൊണ്ടാ ഞാൻ ഹരിദ്വാറിലോട്ട് പോകാൻ പോകുന്നത്. ഇങ്ങനെ ഇതുപോലെ വീട്ടുജോലി ചെയ്യണം, ഒരു സാധനവും വായിച്ചു തരത്തില്ല. ഇതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഹരിദ്വാറിൽ പോയ കാര്യമുണ്ടോ? എന്ത് വന്നത് മണി വരെ എന്നെ പറ്റിക്കുവാ. ചേട്ടായി എന്തെടുക്കുവാ? എന്താടി, ഞാനിപ്പോ തിരക്കില്ല. പിന്നെ കാണാൻ വിളിക്കാൻ തന്നെ ഞാന്. അങ്ങനെ ഇപ്പൊ പോകണ്ട, സംസാരിച്ചിട്ട് പോയാൽ മതി. ഞാൻ വിടത്തില്ല. കൂടുതൽ കൊഞ്ചാതെ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞേ, അല്ലെങ്കിൽ ഫോൺ ഞാൻ വെക്കും. വെക്കല്ലേ, ഒരു 2 മിനിറ്റ് സംസാരിക്കണോ? നിന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലോടി എവിടെങ്കിലും പോകുമ്പോ എന്നോട് ചോദിച്ചിട്ട് പോണോന്ന്. നീ എന്നോട് ചോദിച്ചോ? ചോദിച്ചില്ലല്ലോ. അത് കല്യാണത്തിന് മുമ്പായാലും ശേഷമായാലും എവിടെ പോയാലും എന്നോട് ചോദിച്ചിട്ടേ പോകാവൂ. നീ സോറി പറ. എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ, പെണങ്ങല്ലേ. സോറി. നീ എവിടെ പോരുങ്ങോടി? സുമയുടെ കല്യാണത്തിന്. ആരോട് ചോദിച്ചിട്ട്? അവളെ ഏട്ടനെ വിളിച്ചല്ലേ, കൊച്ചുനാൾ മുതലുള്ള എന്റെ കൂട്ടുകാരി സുമ. എന്നോട് പറഞ്ഞിട്ടുമില്ല, ഇവിടുന്ന് കല്യാണത്തിന് പോകുന്നതും ഇല്ല. ഏട്ടാ, കല്യാണത്തിന് മുന്നേ ഏട്ടൻ കൽപ്പനാന്ന് വെച്ച് ജീവിതകാലം മൊത്തം നിങ്ങൾ കൽപ്പനായി ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യത്തുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം നടക്കലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. അപ്പൊ ഇതൊക്കെ പറയാം. നിങ്ങൾ പോയി റെഡി ആവാം. ചെല്ല്, പരസ്പരം ഒന്ന് കോംപ്രമൈസ് ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോ കളിക്കല്ലേ, അങ്ങനെ പച്ച ശബ്ദം.
എടി ലക്ഷ്മി, ഞമ്മളെ ഒരു ഓടി കാർ മേടിച്ച് ഞാനും നീ കൂടെ അതിനകത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സ്വപ്നം കാണുന്നതല്ലേ. നീ വണ്ടിക്കകത്ത് കയറി. വിലക്ക് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഓടിക്കാത്ത കൊച്ചു വണ്ടി കളിയാക്കരുത്. ദൈവമായിട്ടാണ് അപ്പൊ സൗണ്ട് കൂട്ട് മമ്മി മനസ്സിൽ സൗണ്ട് കുറയ്ക്കുന്ന മനസ്സിൽ നീ എന്തോ ഇടയ്ക്ക് വായി നോക്കുന്ന എന്തുവാ? നല്ലൊരു ചെറുക്കനായിട്ട് നല്ല സുന്ദരനൊരു ചെറുക്കൻ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓടിക്കാരനത്തിന് വായി നോക്കാൻ കേട്ടോ. ഓടിക്കാരനകത്ത് വായി നോക്കി എന്താ പോലീസ് പിടിക്കുവോ? മൂക്കാപ്പട്ടി അന്നാ ഒന്ന് കാണട്ടെ, വണ്ടി സൈഡിലോട്ട് നോക്കാം. ഒതുക്കാനാണ്. ഒതുക്കില്ല, അപ്പൊ ഞാൻ വണ്ടി ഓഫ് ചെയ്ത് ഇത് കണ്ടോ, 1.5 മാസമായി ഇത് പൊട്ടിയിട്ട്. ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞത് ചെലതി വരെ ഒട്ടിച്ച സ്റ്റിക്കർ ആണെന്നാ. നിങ്ങൾ എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്ന ഫാഷൻ ഇത് ഒരു വഹ വാങ്ങിച്ചറിയത്തില്ല. ഒരു സൈക്കിൾ എടുക്കാനില്ലാത്ത ആളാ. ഓടി അങ്ങ് പോയാൽ മതില്ല അങ്ങോട്ട്